ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ കൂടി കണ്ടപ്പോഴാണ് ഏകദേശം ഇത് സത്യമാണ് എന്നുള്ള കാര്യം മനസ്സിലായത്. ഈ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ തന്നെയാണ് ആ ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തത്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. കണ്ടില്ലേ, ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിൽ നടന്നു പോകുന്നത് അവിടെ ഒരു പോലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് സുനിത ദേവദാസിൻ്റെ വീഡിയോകൾ അപ്രത്യക്ഷമായതിനു പിന്നാലെ സ്വാഭാവികമായിട്ടും ബിജു കെ നായർ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം സെക്കുലറിസ്റ്റുകളായ അതോടൊപ്പം തന്നെ ഇസ്ലാം മത വിശ്വാസികളായ ആളുകളുടെയും അഥവാ ഒരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയായ വിശാൽ മീഡിയ ഫക്രുദ്ദീൻ പന്താവൂരിൻ്റെ വീഡിയോയും ഇപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിലാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് പിണറായി പോലീസിൻ്റെ ഏകപക്ഷീയമായ നിലപാടുകളാണ്, അഥവാ സംഘി സ്വാധീനം. ഈ സംഘി സ്വാധീനത്തിൻ്റെ പിന്നിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ചാനൽ പൂട്ടലുകൾ അഥവാ ഈ യൂട്യൂബർമാരെ അറസ്റ്റ് ചെയ്യൽ. അതോടൊപ്പം നിങ്ങളൊന്ന് നോക്കൂ, 300 കോടി വരുന്ന ജനങ്ങളെ പച്ചക്ക് പരിഹസിച്ചിട്ട് നോക്കണം. എങ്ങനത്തെ ജനങ്ങളെയാണ്? സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങളെ പ്രകോപിപ്പിക്കുമാർ അവരെ മുഴുവൻ പ്രകോപിപ്പിക്കുന്ന വീഡിയോ അല്ലാതെ ഈ ജാമിദ ഒരു ദിവസം അവൾ 24 മണിക്കൂറിൽ നമുക്ക് കാണാൻ കഴിയും. 1 മണിക്കൂർ പോലും അവൾ ഉറങ്ങുന്നില്ല. ഉറക്കൊഴിച്ച് 24 മണിക്കൂറും ആ നരാധമയായ ആ സ്ത്രീ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഉമ്മഹാത്തുൽ മൂമിനീങ്ങളായ സ്ത്രീകളെ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഉമ്മമാർ അല്ലേ, നമ്മുടെ ഉമ്മമാരെ ചീത്ത പറയുന്നതിനേക്കാളാണ് നമുക്ക് സത്യവിശ്വാസിനികളായ നമ്മുടെ പ്രവാചകൻ്റെ ഭാര്യമാരെ അല്ലേ ചീത്ത പറയുന്നത്. ആ ചീത്ത പറയുന്ന ആരിഫിൻ്റെ ആ ചാനലിന് യാതൊരു പ്രശ്നവുമില്ല. ആ ആരിഫിനെതിരെ കേസെടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ജാമിദക്കെതിരെ കേസെടുക്കുന്നില്ല. ഇനി വി കെ ബൈജു എന്ന് പറയുന്ന തികഞ്ഞ ക്രിമിനലായിട്ടുള്ള അങ്ങേയറ്റം പ്രകോപനപരമായ രാജ്യത്ത് മതസ്പർദ്ധ കത്തിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്താൽ പോലും പേരിന് വെറുതെ എങ്കിലും ഒരു ചങ്ങലയൊക്കെ കയ്യിൽ ചുറ്റിയിട്ട് ഒരു പ്രഹസന നാടകം കളിച്ച് അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ ഇവൻ പൂർവാധിക ശക്തിയോടെ പുറത്തിറങ്ങുകയും ജാമിദയെയും ഈ ജസ്നയെയും ഒക്കെ ഒന്നിച്ച് സന്ദർശിച്ച് സ്വാഭാവികമായിട്ട് വീണ്ടും മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങളിൽ ഏർപ്പെടുന്നു. ഇവർക്കെതിരെ ചാനൽ പൂട്ടുകയോ അല്ലെങ്കിൽ വേറെ വിലക്കുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. വളരെ സെക്കുലറസായിട്ട് നിയമം പാലിച്ചുകൊണ്ട്, നിയമം അംഗീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഈ വിശാൽ മീഡിയക്കാരൻ ഫക്രുദ്ദീൻ പന്താവൂർ, ഞാനും ഈ ഫക്രുദ്ദീൻ പന്താവൂരും തമ്മിൽ ആശയപരമായി വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളാണ്. കാരണം അദ്ദേഹം കട്ടസുന്നിയാണ്, അങ്ങനെ തന്നെ പറയാം. ഞാനാവട്ടെ ഒരിക്കലും അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. പക്ഷേ ഒട്ടനേകം നല്ല വീഡിയോകളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. നല്ല പ്രാപ്തനാണ്, കഴിവുള്ള ആളാണ്. അദ്ദേഹം അധ്യാപകനാണ്. ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വ്ളോഗുകളെ അഥവാ ആ വ്ളോഗ് എന്തിൻ്റെ പേരിലാണ് പൂട്ടുന്നത്, അതാണ് നോക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും അപരവിദ്വേഷം നടത്തി സമൂഹത്തിൽ അങ്ങേയറ്റം സ്പർദ്ധയുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി, ഒട്ടനേകം സ്ത്രീകളെ, സത്യവിശ്വാസികളായ സ്ത്രീകളെ ചീത്ത പറയുക ഈ ബിനോജ് ഈ പറയുന്ന വി കെ ബൈജുവിൻ്റെ സ്ഥിരം പരിപാടിയാണ്. മുസ്ലിം സ്ത്രീകളെ അങ്ങേയറ്റം നിന്ദ്യമായിട്ട് അവഹേളിച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അഫ്കാരി വീഡിയോ, കാവിപ്പട, കർമ്മ TV, ജനൻ TV, ഇവർക്ക് പറയാനുള്ളത് ABC മലയാളം. ഇതിൽ മുഴുവനും മുസ്ലിമീങ്ങളായ സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രവാചകനെയും ഒക്കെ നിരന്തരം അവഹേളിച്ചും നിന്ദിച്ചും കൊണ്ട് വേറെ അവർക്ക് ഒന്നും പറയാനില്ല. മുസ്ലിമീങ്ങളെ നിന്ദിക്കുന്ന ഒരു പരിപാടിയല്ലാതെ ഈ പറയുന്ന ചാനലുകാർക്കൊന്നുമില്ല. ഇപ്പോൾ ഈ മുസ്ലിങ്ങളെ നിന്ദിക്കുന്നത് സഹികെട്ടാണ്. AP അഹമ്മദ് എന്ന് പേരായിട്ടുള്ള ആൾ ABC മലയാളത്തിൽ വ്ളോഗുകൾ ചെയ്തിരുന്നു ഈ സംഗീത ചാനലുകളുടെ ഒത്താശക്കാരനായിട്ട്. പക്ഷേ അദ്ദേഹത്തിന് ബോധ്യമായി പിന്നീട്. അതുകൊണ്ട് അദ്ദേഹം അവരിൽ നിന്ന് വേർപെടുകയും സ്വന്തം വേറെ ചാനൽ തുടങ്ങുകയും ചെയ്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ആയിരക്കണക്കിൽ
ഈ പറയുന്ന മുസ്ലിം അപരവിദ്വേഷം ഉണ്ടാക്കുന്ന മോശമായിട്ടുള്ള ഈ രാജേഷ് നാഥൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം ബ്ലോഗർമാർ അപരവിദ്വേഷം പുലർത്തുകയും അഥവാ മുസ്ലിം സ്ത്രീകളെയും അവഹേളിക്കുകയും നിന്ദിക്കുകയും ഒന്നും ചെയ്തതിന് യാതൊരു കേസുമില്ല. ഈ സാഹചര്യത്തിലാണ് വളരെ നിഷ്പക്ഷമായും സത്യസന്ധമായും വളരെ മാന്യമായും മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഫക്രുദ്ദീൻ പന്താവൂർ വ്ളോഗ് ചെയ്തത് ഞാൻ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്ളോഗുകളിലൊന്നും തന്നെ ഒരു ചെറിയ ന്യൂനത പോലും വരുന്നതായിട്ട്, പിന്നെ മനുഷ്യ സഹജമായി എന്തെങ്കിലും ചില എന്താ പറയുക അബദ്ധങ്ങൾ പടഞ്ഞിട്ടുണ്ടാവുക എന്നതൊഴിച്ച് നിർത്തിയാൽ ഒരു അറസ്റ്റ് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു കൊലയാളിയെ ഹാജരാക്കുന്ന രീതിയിൽ ആലോചിച്ച് നോക്കൂ, ഹാജരാക്കപ്പെടേണ്ട ഒരു കുറ്റകൃത്യവും അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷേ എന്നിട്ടാണ് അദ്ദേഹത്തെ മുഖം പോലും മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു വലിയ ലോക ക്രിമിനലാണ് ലോക കോടതിയിലൊക്കെ ഹാജരാക്കുന്നത് പോലെ വളരെ അവഹേളനപരവും നിന്ദ്യാപരവുമായിട്ട് ഹാജരാക്കുന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഏകദേശം 2 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വ്ളോഗ് ചെയ്യാൻ കഴിയാതായിട്ടുണ്ട്. അദ്ദേഹം റിമാൻഡിലാണ് കഴിയുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തായിരിക്കും ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം? കേവലം ഒരു എന്താ പറയുക, ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ നോക്കണം, അല്ലെങ്കിൽ ചെറിയ ഒരു യൂട്യൂബ് സാധാരണ ഒരിക്കലും അദ്ദേഹം മതസ്പർദ്ധ ഉണ്ടാക്കിയത് എൻ്റെ ആരെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഒന്ന് കാണിച്ചു തരുമോ? ഒരിക്കലുമില്ല. വളരെ മാന്യമായിട്ട് വ്ളോഗ് ചെയ്യുന്ന, ഉപകാരപ്രദമായിട്ടുള്ള വ്ളോഗുകൾ ചെയ്യുന്ന, സംഘികൾക്കെതിരെ ചില വ്ളോഗുകളൊക്കെ ചെയ്യാറുണ്ട് എന്നത് ഒഴിച്ച് നിർത്തിയാൽ മാന്യത ഒരിക്കലും വിട്ടുകൊണ്ട് അദ്ദേഹം ഒരു വ്ളോഗും ചെയ്തിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തെയും ഇതാ വലിയ ഒരു പ്രതി എന്നോണം ഇദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾക്ക് കാണാൻ കഴിയും. ഞാൻ നിങ്ങൾക്കതാണ് വെച്ചത്. എന്താണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത വണ്ണമുള്ള ഓരോ ദിവസങ്ങളും നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. അഥവാ സംഘികളുടേതല്ലാത്ത ഈ കേരളത്തിൽ പോലും കേരള പോലീസാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അതല്ലാതെ NIAക്ക് വിട്ട് NIA വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതല്ല. അതോടൊപ്പം തന്നെ ED അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതല്ല, അല്ലെങ്കിൽ ഇന്റർപോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതല്ല. ഈ പിണറായിയുടെ നാട്ടിലാണ് കേരള പോലീസ് ആണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നോക്കണം, മുസ്ലിം വിദ്വേഷകനായ യഥാർത്ഥത്തിലുള്ള അജിത് കുമാർ എന്ന എന്താ പറയുക DIGയെ ഏറ്റവും വലിയ സുരക്ഷിതത്വം നൽകി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നോക്കണം, ശ്രീവാസ്തവയെ ഏറ്റവും വലിയ ഉപദേശകനാക്കി, അഥവാ മുസ്ലിം വിദ്വേഷമല്ലാതെ വേറൊന്നും അജണ്ടയിലില്ലാത്ത ഈ CPM ഭരണകൂടം ഇപ്പോൾ മുസ്ലിം സമൂഹത്തെയും നിഷ്പക്ഷ സമൂഹത്തെയും ഒക്കെ വളരെ വേദനാജനകമായ രീതിയിൽ വേട്ടയാടുന്നത് തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വ്ളോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നന്ദി. അത്രയും പെട്ടെന്ന് ആ വിശാൽ മീഡിയക്കാരൻ്റെ ആ വീഡിയോ മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ അതിൻ്റെ നിരോധനം നീക്കി കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.